ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഷോപ്പിൽ നിന്ന് സന്ധ്യയ്ക്ക് വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കപ്പ ഫ്രിഡ്ജിലിരുന്നു. അതിനെ എടുത്തത് പുറത്ത് വെച്ചിട്ട് കപ്പ പുഴുങ്ങിയതും അതുപോലെ തന്നെ മുളക് ഉടച്ചതും പിന്നെ മീനും കൂടി വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്കൊന്ന് ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടിട്ട് ഒരുപാട് കറികളൊന്നും വെക്കേണ്ടി വന്നില്ല. സ്കൂളിൽ നിന്നായിരുന്നു കേട്ടോ ഫുഡൊക്കെ. അങ്ങനെ ഇതാ കപ്പയെ വൃത്തിയാക്കി കഴുകുകയാണ് കേട്ടോ. സെറ്റാക്കി വെട്ടിയെടുത്തതിന് ശേഷം അത് കഴുകുകയാണ്. കഴുകിതാ നമ്മൾ അടുപ്പിലോട്ട് വെക്കുകയാണ്. അപ്പോൾ സന്ധ്യയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഒരു വിശപ്പ് വരുമല്ലോ. അങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഇതാ കപ്പയെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരടപ്പും കൂടി അടച്ച് അതിന് സെറ്റാക്കി വെച്ചു. അത് അവിടെ ഇരുന്ന് വെന്തോളും. പിന്നെ അതിന് ശേഷം നമ്മൾ മീൻ വരഞ്ഞ് വെച്ചു. മീൻ വരഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് അരപ്പ് പുരട്ടുന്നുണ്ട് കേട്ടോ. അതാണ്ട് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിയാണ് കേട്ടോ. ഞാനിച്ചിരി എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 2 മുളക് പൊടിയൊന്നും ഞാൻ മിക്സഡ് ആക്കി യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഇറച്ചിക്കറിക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അങ്ങനെ മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് അത് പുരട്ടി നമ്മളൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് സെറ്റാവുമല്ലോ. അങ്ങനെ ഇതാ നമ്മൾ 15 മിനിറ്റിന് ശേഷം പാൻ എടുത്ത് അടുപ്പത്തിലോട്ട് വെച്ചു. അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പാനിൽ എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കപ്പ ഒരു സൈഡിൽ ഇരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ആ പാൻ എടുത്ത് ചൂടാക്കിയ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ഗൈസ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നല്ല ഇത്തിരി ഒന്ന് തിളച്ച് വരണമല്ലോ വെളിച്ചെണ്ണ. അതിനുശേഷം മീൻ ഓരോന്നായി പറക്കിയിടാൻ തുടങ്ങി കേട്ടോ. അപ്പം നല്ല ചൂട് വെളിച്ചെണ്ണയിൽ വേണം നമ്മളെപ്പോഴും മീൻ പൊരിക്കാനുള്ളത്. അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഫ്ലെയിം കുറച്ചതിന് ശേഷം 3 എണ്ണം ഉണ്ടായിരുന്നു, അത് 3 ഇട്ടു. പിന്നെ അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി വെളുത്തുള്ളി, എപ്പോഴും ഞാൻ ഇടുന്ന മീൻ പൊരിച്ചയിൽ കാണുമല്ലോ, അങ്ങനെ ഇതാ വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് ഇതാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് കഞ്ഞി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കഞ്ഞി ഇതാ തിളയ്ക്കുന്നുണ്ട് ഗൈസ്. മീൻ പൊരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കപ്പയും തിളയ്ക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ 3 അടുപ്പുള്ളതിൻ്റെ ഗുണമാണ്. ഇനിയിപ്പം നമുക്ക് അടുപ്പിലൊന്നും വെക്കാൻ പറ്റത്തില്ല. എനിക്ക് സാധാ അടുപ്പുണ്ട്, പക്ഷേ അതിനുള്ള ടൈമില്ല. കുഞ്ഞുങ്ങൾക്ക് വിശക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല ഉറക്കമായി. അങ്ങനെ ഇതാ മീനൊക്കെ പൊരിച്ച് അപ്പോഴത്തേക്ക് എനിക്ക് കൊച്ചുള്ളി മസ്റ്റാണ്. ഇക്ക എപ്പോഴും പറയും മെനക്കേട് ജോലികൾക്ക് എന്നെ കൊണ്ട് കളഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മക്കൾക്കും ഇക്കാക്കൊക്കെ വേവിച്ച് കൊടുക്കുന്ന. നമ്മളൊക്കെ എന്തിനാ പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ ആ മീൻ പൊരിച്ചത് സെറ്റായിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം നമ്മൾ കിഴങ്ങതാ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കപ്പയും നമ്മളിതാ സെറ്റാക്കി. പിന്നെ മുളക് ഉള്ളിയൊക്കെ ഉടച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിതാ നമ്മുടെ അടിപൊളി മുളക് ഉടച്ചതും കപ്പയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കപ്പ ഞാനാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഇക്ക ഷോപ്പിൽ നിന്ന് വന്നിട്ടേ കഴിക്കത്തുള്ളൂ. ആ മീനും ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ പറയുമ്പോഴേ കപ്പലോടുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ മീൻ പൊരിച്ചൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട്, അതും വിശന്നിരിക്കുന്ന സമയത്ത്. അങ്ങനെ ഇതാ നമ്മൾ മുളക് ഉടച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് കപ്പ എങ്ങനെ എടുത്ത് ഇച്ചിരി മുളക് ഉടച്ചതും എടുത്തിട്ട് ഇതാ ഇച്ചിരി മീൻ പൊരിച്ചയും കൂടി അങ്ങോട്ട് പിച്ചി എടുത്ത് കേട്ടോ. ഇതിന് മുള്ളുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഈ മീൻ കഴിക്കാനായിട്ട്. അങ്ങനെ ഇതാ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.